2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷം കോൺഗ്രസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയും സി വേണുഗോപാലിനെയും മറികടന്ന് ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്തു. വളരെ ആശയക്കുഴപ്പം നീണ്ടുനിന്നൊരു ചർച്ചകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൽ ചർച്ചകൾ നടക്കുന്നു, ഡൽഹിയിൽ ചർച്ച നടക്കുന്നു, കേരള നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ചർച്ച നടത്തുന്നു. അവസാനം ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡിന് എത്തേണ്ടി വന്നു. അതിനുള്ള പ്രധാന കാരണം കേരളത്തിലെ ഘടകകക്ഷികളുടെ ശക്തമായ ഒരു വികാരവും അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു നല്ലൊരു വികാരവുമാണ് വി ഡി സതീശന് അനുകൂലമായത്. അപ്പോൾ മറുഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ചെന്നിത്തലയുടെക്ക് സംബന്ധിച്ച അവസാന വട്ടം ചെന്നിത്തലയുടെ പേര് ലിസ്റ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചർച്ചകളുടെ അവസാന ഘട്ടത്തിലേക്ക്. പക്ഷെ അവസാന ഘട്ടത്തിൽ നമ്മൾ പറയുമ്പോൾ രണ്ടുപേരുടെ പേരുകളാണ് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നത്, കെ സി വേണുഗോപാലിൻ്റെയും വി ഡി സതീശൻ്റെയും. നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഘടകകക്ഷികളുടെയും ജനവികാരവും കണക്കിലെടുത്ത് അവസാനം വി ഡി സതീശനിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയാണ്. കേരളത്തിന് മുഖ്യമന്ത്രിയായി സതീശൻ തന്നെ എത്തുന്നു, അല്ലെങ്കിൽ സതീശന്റെ പേര് പ്രഖ്യാപിക്കുന്നു. ഇപ്പം ഈ സതീശന് അനുകൂലമായി വന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പം ജിബിൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഘടകകക്ഷികളുടെ പിന്തുണ, രണ്ട് കേരളത്തിലൊരു പൊതുവികാരം. ഇത് വി ഡി സതീശന്റെ തെരഞ്ഞെടുപ്പ് ജയത്തെക്കാളും പ്രധാനമുള്ളത്, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു തിളക്കമുള്ള ജയമാണ് ഈ മുഖ്യമന്ത്രി റേസിംഗിൽ കിട്ടിയിരിക്കുന്നത്. കാരണം ഒറ്റക്ക് പടനയിച്ച് നേടിയൊരു ഒറ്റക്ക് വഴിവെട്ടി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. കാരണം നമുക്കറിയാം ചെന്നിത്തലയുടെ പേര് പറഞ്ഞു, ചെന്നിത്തല അവസാന നിമിഷം മാറിപ്പോകുന്നുണ്ട്. കെ സി വേണുഗോപാൽ എന്നത് സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയാണ്. അയാളുമായിട്ടാണ് അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി പദത്തിനായിട്ട് പോരടിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ MLA കോൺഗ്രസിന്റെ MLA ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ കെ സി വേണുഗോപാലിനായിരുന്നു. അതിനൊക്കെ മറികടന്നിട്ട് ഈ ജയം നേടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തണമെങ്കിൽ അത് ചില്ലറ ഇതല്ല. ആ പറഞ്ഞ ഒരു ഓറ ഉണ്ടാക്കാൻ വേണ്ടി വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ നേതാവായിട്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ നയിച്ചൊരു നേതാവായിട്ട് മാറാൻ വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു തിളക്കമാണ് ഈ കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയമായിരുന്നു. പറഞ്ഞ പോലെ 80 സീറ്റൊക്കെ ആയിട്ടുള്ള ഒരു തട്ടിമുട്ടി ജയമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ കെ സി വേണുഗോപാൽ ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമായിരുന്നു. പക്ഷേ 100-ലധികം സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വരുന്നു. അതിൽ 63 സീറ്റ് നിന്ന് കൃത്യമായിട്ട് വി ഡി സതീശൻ പറഞ്ഞ പോലെ തന്നെ 63 മണ്ഡലം കമ്മീഷൻ 63 മണ്ഡലങ്ങൾ പിടിക്കുന്നു. ഈ മന്ത്രിമാർക്ക് അങ്ങനെ കൃത്യമായ കണക്കൂട്ടിലൂടെ കൊണ്ടുവരുന്നൊരു ജയം. ആ ജയത്തിന് പിന്നാലെ ഘടകകക്ഷിയുടെ എല്ലാം പിന്തുണ. കോൺഗ്രസിന്റെ MLA-മാരിൽ എനിക്കൊന്ന് 6-7 പേര് മാത്രമേ സതീശനെ പിന്തുണച്ചുള്ളതാണ് റിപ്പോർട്ട് വന്നത്. ബാക്കിയുള്ളവരെല്ലാം കെ സിക്കും RCക്കും ഒപ്പം നിന്നപ്പോൾ ഈ വി ഡി സതീശനെ പിന്തുണക്കാൻ വേണ്ടി ബാക്കി ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ലീഗിന്റെ നിലപാടിൽ നിർണായകമായിരുന്നു ഘടകകക്ഷികൾ. ആ ഘടകകക്ഷികളെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് സതീശന്റെ ഏറ്റവും വലിയ വിജയം. സതീശന് കൃത്യമായ ഒരു പ്ലാനിലൂടെ എങ്ങനെയായിരുന്നു മുന്നോട്ട് പോകണമെന്ന് അറിയാമായിരുന്നു. ആ പ്ലാനിൽ യാതൊരു വീഴ്ചയും വന്നില്ല. ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് അത് എത്താൻ വേണ്ടി പറ്റി. കേരളത്തിന്റെ പൊതുവികാരം അത് എല്ലാവരും വോട്ട്, ഓരോ MLA-മാർക്ക് വഴിനടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ. കല്യാണം വീട്ടിൽ പോകുന്ന MLA തടഞ്ഞു നിർത്തിയിട്ട് ഞങ്ങൾ വോട്ട് ചെയ്ത് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാനാണ്, എന്തിനാണ് താമസം ചോദിച്ചു. ഒരു നീതിപൂർവ്വമായൊരു വൈകി കിട്ടിയ നീതിയൊക്കെ പറഞ്ഞാൽ വൈകി കിട്ടിയാണെങ്കിലും നീതിപൂർവ്വമായ തീരുമാനം ഹൈക്കമാൻഡ് എടുത്തു. ഹൈക്കമാൻഡ് നിർബന്ധിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ലിജിനോട് പറഞ്ഞാൽ ഹൈക്കമാൻഡ് നിർബന്ധിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. കാരണം ഹൈക്കമാൻഡിന്റെ ലിസ്റ്റിലുണ്ടായിരുന്നതിൽ പ്രധാന പേരെന്ന് പറയുമ്പോൾ അവർ മുന്നിലെത്തിയ പ്രധാന പേരുകൾ കെ സി വേണുഗോപാലിന്റെ പേരാണ്. കെ സിയെ വെട്ടിക്കൊണ്ടൊരു തീരുമാനം എടുക്കുന്നതിന് ഒരു വലിയ എളുപ്പമായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഖാർഗെ സംസാരിക്കുന്നുണ്ട്, പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നുണ്ട്. എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടാണ് സമന്വയത്തിലേക്ക് എത്തുന്നത്. നമ്മൾ ബുധനാഴ്ച തന്നെ ഏറെക്കുറെ നമുക്കൊരു ചിത്രം വ്യക്തമായിരുന്നു. കാരണം കെ സിയുടെ കാര്യം സാധ്യത മങ്ങുന്നു എന്നുള്ളത്, വി ഡി സതീശന് സാധ്യത കൂടുന്നു. കാരണം കെ സി ആയിട്ടാണ് കൂടുതൽ ചർച്ചകൾ നടന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവുമായിരുന്നു ശ്രമങ്ങളായിരുന്നു എന്നുള്ളത്. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വി ഡി സതീശനെ കഴിഞ്ഞ 5 വർഷം സ്വീകരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം നമ്മൾ ഈ 2021 തെരഞ്ഞെടുപ്പിൽ LDF വിജയം നേടുമ്പോൾ അതിനുശേഷം പ്രതിപക്ഷ നേതാവായിട്ട് വരുന്ന വി ഡി സതീശനാണ്. അപ്പോൾ സ്വാഭാവിക ഘടകകക്ഷികളിൽ നിന്ന് പോലൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു, എതിർപ്പുണ്ടായിരുന്നു. ഈ പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ അദ്ദേഹത്തെ പിണറായിന് എത്രത്തോളം സതീശന് നേരിടാൻ പറ്റും, ഘടകകക്ഷികളടക്കം ഒപ്പം നിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഘടകകക്ഷികളെ കൊണ്ട് തന്നെ ഇത്തവണ സതീശന് കൈയടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്, ഒപ്പം നിർത്താനും പറ്റിയിട്ടുണ്ട്. അതെ, അതുവഴി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നഷ്ടം സംഭവിക്കുന്നത് കെ സി വേണുഗോപാലിനാണ്. പക്ഷെ അത് കേസിനെ പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ഇന്നത്തോടെ മുഖ്യമന്ത്രി ചർച്ച അവസാനിച്ചു. ഇനി മന്ത്രിമാർക്കുള്ള പിന്നെ ആശയക്കുഴപ്പം പിന്നെ ബോർഡ് കോർപ്പറേഷൻ അതൊക്കെ എന്തായാലും കോൺഗ്രസിൽ UDF ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കെ സി ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ തന്നെ ജനങ്ങളൊക്കെ പറയായിരുന്നു എവിടെയായാലും അവിടെ പോയി തോൽപ്പിക്കും, കെ സിനെ തോൽപ്പിക്കുന്നു. കെ സി തോൽക്കുകയില്ലെന്ന് രണ്ടാമത്തെ ഘടകം. പക്ഷേ ആലപ്പുഴയിൽ
ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും ലോക്സഭയിലേക്ക്, അങ്ങനെ വലിയൊരു ചർച്ചയിലേക്ക് പോയിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാതെ ജനങ്ങൾ തെരഞ്ഞെടുത്ത നേതാവിനെ തന്നെ, അല്ലെങ്കിൽ ജനങ്ങൾ മാൻഡേറ്റ് നൽകിയത് സതീശനാണ്. ആ സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഒട്ടും എളുപ്പമായിരുന്നില്ല സതീശന് കാര്യങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് ജയത്തേക്കാൾ കഠിനമായിരുന്നു ഈ പരീക്ഷ. പക്ഷേ അത് കൃത്യമായി ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിന് ലീഗിന്റെയും ഘടകകക്ഷികളുടെയും പിന്തുണ, അത് വല്ലാത്തൊരു സപ്പോർട്ട് തന്നെയാണ് കിട്ടിയത്. ലീഗിന്റെ കാര്യം ലിജിനും പറഞ്ഞു. അപ്പോൾ സതീശിന്റെ പേര് പരിഗണനയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഏറ്റവും ആദ്യം സതീശിനെ പരോക്ഷമായിട്ട് പിന്തുണച്ച് പൊതുവായിട്ട് സംസാരിച്ചത്, പൊതുവേദിയിൽ സംസാരിച്ച ലീഗാണ്. അതിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് സംസാരിക്കുന്നത്. അതിനുശേഷം RSPയുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായിട്ടൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഇത് പ്രഖ്യാപിക്കാൻ സമയത്ത് ഘടകകക്ഷികളൊക്കെ സ്വരം മാറിയിരുന്നു. ഉൾപ്പെടെ അല്ലെങ്കിൽ ലീഗിന്റെ MLA ഉൾപ്പെടെ പറഞ്ഞത് അവർ ഭാഷ മാറുന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്തിനു വൈകുന്നു എന്നുള്ള ചോദ്യമാണ്. 10 ദിവസം വൈകി, ഇനിയും വൈകിയാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി നമുക്ക് വൈകുന്നില്ല പ്രശ്നമില്ല. പക്ഷേ ഈ അടി നടക്കുവാണല്ലോ, ഫ്ലെക്സ് യുദ്ധവും ചേരിതിരിഞ്ഞില്ല, ഫ്ലെക്സിൽ തുപ്പലും പ്രകടനവും, ചേരിപ്പോലും വല്ലാണ്ട് ഗ്രൂപ്പ് തിരിഞ്ഞ് പോരടക്കുവാണ്. ആ പോരാണ് ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കിയത്. നമുക്കിപ്പോ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഉണ്ടായി, സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. കാരണം സതീശന് അനുകൂലമായ കാര്യങ്ങൾ ഇപ്പൊ ലിജിനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചെന്നിത്തലയുടെ പേര് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ചെന്നിത്തല അവസാന നിമിഷം വരെ ഈ ഫൈറ്റ് ആയിട്ട് മുമ്പോട്ടുണ്ടായി. ഒരു സീനിയർ നേതാവാണ്, അർഹതയില്ല എന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നിലവിൽ ഇപ്പൊ അദ്ദേഹം മത്സരിച്ചത് KC വേണുഗോപാലിനോടും VD സതീശനോടാണ്. KC വേണു നമുക്കറിയാം കേന്ദ്രത്തിലുള്ള ഹൈക്കമാൻഡ് തന്നെയാണ്. VD സതീശൻ പറയുമ്പോൾ ഈ 5 വർഷം ചെന്നിത്തലയെ കൊണ്ട് നടക്കാതിരുന്നതാണ്. 5 വർഷം പിണറായി താഴെയിറക്കി, അതും വലിയ വിജയത്തിൽ എത്തി എന്ന് പറയുമ്പോൾ വലിയൊരു വ്യത്യാസം അവിടെ കൊണ്ടുവരാം. ഒരു ബെഞ്ച് മാർക്ക് ഇടാൻ വേണ്ടി സതീശന് പറ്റി. അവിടാണ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി മോഹം പൊലിഞ്ഞു പോകുന്നത്. കാരണം ഉമ്മൻചാണ്ടിക്ക് ശേഷം നമ്മൾ കരുതുന്നത് ചെന്നിത്തലയെ പോലുള്ള നേതാവ് തന്നെ മുഖ്യമന്ത്രി ആവുന്നതായിരുന്നു. അതിന് അർഹതയും ഉണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം അദ്ദേഹം, എനിക്ക് തോന്നുന്നു മന്ത്രിസഭയിൽ അദ്ദേഹം ഉൾപ്പെടുമെങ്കിൽ, അദ്ദേഹം ഉൾപ്പെടില്ല എന്നൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അദ്ദേഹം ഉൾപ്പെടുന്ന ആഭ്യന്തരം ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകൾ തന്നെ അദ്ദേഹത്തിന് ലഭിക്കും. അതിനുള്ള എല്ലാ അർഹതയും രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. പക്ഷെ നിലവിലെ സമയത്ത് അദ്ദേഹം അതിന് അങ്ങനെ ഒതുങ്ങാൻ വേണ്ടി തയ്യാറാകുമെന്നറിയില്ല. എന്തായാലും ചെന്നിത്തലയ്ക്ക് ഒരു മുഖ്യമന്ത്രി കസാരയിലെ മോഹം, അത് മോഹം മാത്രമായിട്ട് തന്നെ അവശേഷിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഈ നമ്മുടെ ഇപ്പോഴത്തെ അങ്ങനെ ഒരു എതിർപ്പ് ചെന്നിത്തല ഉന്നയിച്ച പോലെ ചെന്നിത്തലയെ ഒപ്പം നിർത്താൻ സതീശനെ കാണിച്ചിട്ട് മുൻപോട്ട് വരും. വെറും 6 MLA പിന്തുണയാണ് കോൺഗ്രസിലെ VD സതീശൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം അത് മാറും. ആ 63 MLA നേതാവായിട്ട് തന്നെ സതീശൻ അവരെ അങ്ങനെ തന്റെ കൂടെ തന്നെ ചേർത്ത് നിർത്താൻ വേണ്ടി പറ്റും. ആ ചേർത്ത് നിർത്തിയിട്ട് തന്നെ മുന്നോട്ട് പോകും. KCയുടെ ഒരു ഇമ്പാക്ട് മന്ത്രിസഭയിലൊക്കെ ഉണ്ടാവും. KCയുടെ പക്ഷക്കാർക്ക് എന്തായാലും മന്ത്രിസഭയിൽ കൂടുതൽ പ്രായത്തിൽ കിട്ടും, അത് സംശയമൊന്നുമില്ല. പ്രായത്തിലുണ്ടെങ്കിൽ കൂടി അവർ ഈ 5 വർഷം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 2020 മുഖ്യ പ്രതിപക്ഷ നേതാവായിട്ട് വരുമ്പം ഘടകകക്ഷികളെല്ലാം എതിർപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു. അവരെല്ലാം 5 വർഷം കൊണ്ട് കൂടെ നിർത്താൻ പറ്റിയെങ്കിൽ ഈ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഈ മന്ത്രിസഭയും അല്ലെങ്കിൽ ഈ 63 പേരുടെയും ഒറ്റ നേതാവായിട്ട് മാറാൻ സതീശന് പറ്റും. അതിനുള്ള കഴിവും പ്രാപ്തിയും സതീശനുണ്ട്. എന്താ പറയേണ്ടത്, ഒരു മാജിക് സതീശന് ഒരു സ്വന്തമായ ശൈലിയിലുണ്ട്. അത് അദ്ദേഹം കൊണ്ടുവരും. ബാക്കിയുള്ളൊരു വഴി മുടക്കിയിട്ടോ അല്ലെങ്കിൽ വഴി വിട്ടോ ഒതുക്കുന്നോ അതെന്തും ആവട്ടെ, പക്ഷേ തൻ്റെ വഴി ക്ലിയർ ആയി കൊണ്ടുപോകാൻ സതീശന് അറിയാം. ആ യാത്ര അല്ലെങ്കിൽ ആ പ്ലാന്റെ കൃത്യമായ എക്സിക്യൂഷൻ കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ മുഖ്യമന്ത്രി കസേരയിലേക്ക് അദ്ദേഹം ഇരിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കഴിഞ്ഞൊരു ഇലക്ഷനോടനുബന്ധിച്ച് നടന്നൊരു NSSന്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ, SNDPയുടെ ഭാഗത്തുനിന്നായിക്കോട്ടെ, VD സതീശനെതിരെ അല്ലെ പരോക്ഷമായിട്ട് പക്ഷേ ഇനിയുള്ള മാസങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇവരുടെ മയം ഉണ്ടാവും. അവർ മയപ്പെടില്ല. അതാണ് ഇപ്പൊ ഈ പറഞ്ഞ മറ്റേത് നേതാക്കളെ നമ്മൾ പറഞ്ഞാൽ കോൺഗ്രസ് UDF നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മതസമുദായ സംഘടനകൾ വല്ലാണ്ട് ഇടപെടാറുണ്ടായിരുന്നു. പക്ഷെ സതീശനടുത്തൊക്കെ ഇടപെടൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അത് മാത്രമാണ് ഞാൻ സതീശനോട് വലിയൊരു പ്രതീക്ഷയായിട്ട് എനിക്ക് തോന്നുന്നത്. ആ ഒരു കാര്യമാണ് പലർക്കും സതീശനോട് എതിർപ്പിന് കാരണം. അത് കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള എതിർപ്പിനോടുള്ള പ്രധാന സതീശനെ വോട്ട് ബാങ്ക് നോക്കുന്നില്ല. നമ്മൾ പറയുന്നത് ഈ 3 പേര്, ഇപ്പൊ ഞാൻ എടുത്ത് കണ്ടിപ്പോ 3 പേര് നായന്മാരാണ്. ഈ രാത്രി ഇതിൽ ആരെ നമ്മൾ പരിഗണിക്കണം എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ആശയക്കുഴപ്പം പല മത നേതാക്കന്മാർക്കും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പൊ ലിജിൻ പറഞ്ഞ പോലെ തന്നെ സതീശനെ ഈ NSSനെ ആണെങ്കിലും SNDPനെ ആണെങ്കിലും ഇനി ശക്തമായിട്ട് അവർക്ക് കീഴടങ്ങിക്കൊണ്ടല്ല, അവരെ ഒപ്പം നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അവരെ തള്ളിക്കളഞ്ഞില്ല, പക്ഷെ അവരുടെ പിടിവാശിക്കും ആവശ്യങ്ങൾക്കും ഒന്നും നിന്നു കൊടുക്കില്ല. എല്ലാവരും കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സതീശന് പറ്റും. ഈ ഒരു മുഖ്യമന്ത്രി കസേരയിലെത്തുമ്പോഴേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവായിരുന്നു സതീശനായിരിക്കില്ല. എല്ലാവരും കേട്ടും ഉൾക്കൊണ്ടും പരിഗണിച്ചായിരിക്കും മുന്നോട്ട് പോകുക. പക്ഷേ അവരെ പിടിവാശികൾക്ക് വഴങ്ങി കൊടുക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ UDF നേതാവായിട്ട് സതീശനെ കാണാൻ വേണ്ടി പറ്റും തോന്നുന്നില്ല. അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. ആ നിലപാട് അദ്ദേഹം മാറ്റുന്നില്ല. അദ്ദേഹത്തിന് ഏറ്റവും വലിയ ക്വാളിറ്റിയും കാണുന്നത് ഈ പറയുന്ന ഒരു മതസമുദായ സംഘടനകൾക്ക് അദ്ദേഹം വഴങ്ങില്ല, ഒരു തരത്തിലും വഴങ്ങി കൊടുക്കാൻ വേണ്ടി പോകുന്ന നേതാവല്ല. ഇപ്പം അദ്ദേഹത്തിന്റെ കൂടെയുള്ള നേതാക്കളും ആ രീതിയിൽ തന്നെയുള്ളതാണ്. ഇപ്പം ബൽറാമിനെ പോലുള്ള നേതാക്കളാണ് അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നത്. അവരുടെ നിലപാട് തന്നെയാണ്. അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം 5 വർഷത്തെ ഭരണത്തിലും അത് ആ മേന്മ കാണാൻ പറ്റുന്നതിന് പ്രതീക്ഷിക്കാവുന്നതാണ്.